മൂപ്പരിപ്പോ മൊബൈല് തപ്പുക. ആരൊക്കെയോ വിട്ടുകൊടുത്തിക്കണ് കൊടുത്ത ഇവിടെ വന്നിട്ട് മൊബൈല് തപ്പുക. പൂട്ടാൻ പോണില്ല. ഇതെല്ലാം ഇത് തൗഹീദും ചെറുക്കും വെച്ചിട്ടുള്ള കളിയാ. പൂട്ടൂല കളെ. എന്നിട്ട് മൂപ്പരാകെ രംഗം പറഞ്ഞു ചോദ്യമൊക്കെ കേട്ടാ. ഏയ് മൊബൈൽ തപ്പി നോക്കാണ്. യൗമൽ ഖിയാമ തൊട്ടിട്ടില്ല. ഏയ് ഞമ്മള് മൂടി വെച്ചു. യൗമൽ ഖിയാമ മൂടി വെച്ചു. ഞമ്മള് യൗമൽ ഖിയാമ മൂടി വെച്ചു. ഞമ്മള് പറഞ്ഞു ഇമാം നവവി തങ്ങളുടെ വിശദീകരണം എന്താ പറഞ്ഞത്? യൗമൽ ഖിയാമ എന്നുള്ളത് മാലിക് യൗമിദ്ദീൻ പോലെയാണ്. മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ അന്ത്യനാളിന്റെ ഉടമസ്ഥൻ. അപ്പൊ ഇവിടെ ഉടമസ്ഥൻ അല്ലാതെ ഏതെങ്കിലും പൊട്ടം പറയോ? പൂങ്കാവനം കുഞ്ഞപ്പോൾ പറയുന്നല്ലാതെ ഇതേ പൊട്ടത്തരം ഇവിടെ ആവർത്തിച്ചു. എന്നിട്ട് ആ റഹ്മാനെ പോലും പിടിച്ചില്ല മൂപ്പര്. പിന്നെ ചോദ്യം മറുപടി പറഞ്ഞിട്ടില്ല. ചോദ്യം മറന്നു നിങ്ങള്. ഏയ് യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലൂ റായിനാ വഖൂലൂ ഉൻദുർനാ. നബിയേ, അങ്ങയുടെ തിരുനോട്ടം, അങ്ങയുടെ പരിഗണന ഞങ്ങളിലേക്കുണ്ടാവണേ എന്ന് ഒരു മുഅ്മിനായ മനുഷ്യൻ ഇന്ന് പറഞ്ഞാൽ അത് ശിർക്കാണോ? സമർത്ഥമായി പൊട്ടുങ്ങള് പറഞ്ഞു ശിർക്കാണ് എന്ന് പറഞ്ഞ ശിർക്കാണ്. ഞങ്ങൾ പറഞ്ഞു. അപ്പൊ പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലൂ റായിനാ വഖൂലൂ ഉൻദുർനാ. റായിന പറയരുതേ, ഉൻദുർന പറയണേ. അപ്പൊ ഖുർആൻ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥമാണോ? നബിയെ, അങ്ങയുടെ തിരുനോട്ടം ഞങ്ങളിലേക്കുണ്ടാവണേ. സാധാരണക്കാർ ശ്രദ്ധിക്കണം കേട്ടോ. നബിയെ, അങ്ങയുടെ തിരുനോട്ടം ഞങ്ങളിലേക്കുണ്ടാവണേ എന്ന് മുഅ്മിനീങ്ങളെ നിങ്ങളെല്ലാവരും വിളിച്ചു പറയണം. പരിശുദ്ധ ഖുർആൻ അത് ശിർക്കാണെന്ന് മൗലവി. എങ്കിൽ പരിശുദ്ധ ഖുർആൻ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥമാണോ? മറുപടി കിട്ടിയിട്ടില്ല. പിന്നെ യൗമൽ ഖിയാമ മറുപടി കിട്ടി. അമ്മാ ഖൗലുഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നബി തങ്ങൾ സയ്യിദാണ്, അഭയകേന്ദ്രമാണ്, അതുപോലെ തന്നെ അഭയം തേടപ്പെടേണ്ട ആളാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം അത് മാലിക് യൗമിദ്ദീൻ പോലെയാണ്. അന്ന് പിന്നെ ആരും ഞാനാണ് നേതാവ് എന്ന് പറയണ്ടാവൂല. അതുകൊണ്ട് അവിടെ യഥാർത്ഥത്തിൽ ഒളിവാകും. അതുപോലെ ഇന്നിവിടെ സയ്യിദാണെന്ന് പറയാ ഇരിക്കേണ്ടില്ലേ? ഞങ്ങളാണ് നേതാക്കന്മാരെന്ന് പറഞ്ഞാണ് നെഞ്ഞും വിരിച്ച്. അപ്പൊ മുസ്ലിമിനെ എന്നാണ് സുദൂദിയത്തിൽ വാദിക്കാൻ വേണ്ടി ഞാനും നേതാവെന്ന് പറയാൻ പല ആൾക്കാരുണ്ടാവും. അതുണ്ടാവൂല എന്നുള്ള അർത്ഥത്തിനാണ്. തൊട്ടിട്ടില്ല. എന്നിട്ട് മൊബൈൽ വന്നിട്ട് പരതുക. മൂപ്പർക്ക് പറഞ്ഞിട്ട് സമയം തീരുന്നില്ല, പറഞ്ഞിട്ട് തീരില്ല. അതുകൊണ്ട് ചോദ്യം കുറിക്കാ കൊണ്ടിട്ടുള്ളത് അതേ ഉൻദുർനാ യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞാൽ മുശ്രിക്കാണെന്ന് നിങ്ങൾ പറഞ്ഞു. എന്റെ ചോദ്യം പരിശുദ്ധ ഖുർആൻ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥമാണോ? മുന്നിലിരുത്തിയിട്ടല്ലേ ചോദിക്കുന്നത്? അല്ലെങ്കിൽ പറ മൗലവി, എന്ത് യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞാൽ നബി തങ്ങളെ കാലത്തുള്ള മുഅ്മിനീങ്ങൾ മാത്രാണ്. പറയണില്ലല്ലോ നിങ്ങള്. എന്താ സ്വകാര്യം പറിച്ചിട്ട് നിർത്തിങ്ങളെ? നിങ്ങളത് പറയണില്ല. ഈ നബി തങ്ങളെ കാലത്തുള്ള ആൾക്കാർ മാത്രാണെന്ന് എന്തേ പറയാത്തത്? പാവം സാറിനെ കൊണ്ട് ഇടങ്ങേറായിക്കള് പേര്. പാവം നിങ്ങളെ ചിന്തിക്കണ്ടാവില്ലേ പറ്റിന്റെ ഇത് എന്താ പതിനെ കണ്ട് കാട്ടാന്ന് അല്ലേ? സുഹൃത്തെ, ഉണർന്ന ദിക്റിട്ട് കാര്യമില്ല. അതിനാ ഞാൻ പറഞ്ഞത് സ്വഹാബത്ത് എന്താ മനസ്സിലാക്കിയത് എന്ന്. എന്തേ വിളിക്കാതിരുന്നതെന്നാ ഞാൻ നേരത്തെ പറഞ്ഞത്. അതിനെപ്പറ്റി മുണ്ടിയിട്ടില്ല അല്ലേ? അതിനെപ്പറ്റി മുണ്ടിയിട്ടില്ല. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. നിങ്ങൾ മനസ്സിലാക്കിയത് പോലെയാണ് ഈ ആയത്തിന് സ്വഹാബത്ത് മനസ്സിലാക്കിയത് എങ്കിൽ എന്തുകൊണ്ട് സ്വഹാബത്ത് വിളിച്ചില്ല? എന്തുകൊണ്ട് നബിയെ വിളിച്ചില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോഴും പ്രവാചകനും വിളിച്ചിട്ടില്ല. ഈ ആയത്ത് ഇറങ്ങിയ ശേഷം സ്വഹാബത്തും നബിയെ വിളിച്ചിട്ടില്ല. അതിനാണ് ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞത്. പിന്നെ നിങ്ങളുടെ ഈ ചോദ്യം കണ്ടല്ലോ, ഉന്നൂറിനാന്ന് വിളിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ വിശ്വാസപ്രകാരമാണെങ്കിൽ ശിർക്ക് തന്നെയാണ്. ഇന്ന് പ്രവാചകൻ കാര്യങ്ങൾ അറിയും, കേൾക്കും, ഉത്തരം ചെയ്യും എന്ന അടിസ്ഥാനത്തിലാകുമ്പോൾ അത് ശിർക്ക് തന്നെയാണ്. അടുത്തത് ചോദിച്ചോളൂ. അപ്പൊ എങ്ങനെ ശിർക്കിന്റെ മാനദണ്ഡ ചോദിക്ക്, ശിർക്കിന്റെ താരീഫ് ചോദിക്ക്. അപ്പൊ അതിനെ പറ്റി വിശദീകരിക്കും. തങ്ങളെ കൊണ്ട് ചോദിപ്പിക്കാതെ നമ്മള് മനസ്സിലാവുണ്ടോ? അപ്പോ തീർച്ചയായിട്ടും കാര്യമില്ല. ഇതൊക്കെ വെറുതെ വെല്ലുവിളിക്കല്ല. ഞാൻ കൃത്യമായിട്ട് അത് വളരെ പിന്നെ ഉപയോഗിച്ചിട്ട് തന്നെ ഞാൻ ചോദിക്കുന്നത് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും കാര്യമില്ല. നിങ്ങൾ കരയേണ്ടി വരും അവസാനം. ഇതൊക്കെ ഞാൻ പറഞ്ഞത്, ഞാന് ഇവിടെ ഖുർത്തുബി പിന്നെ ഇമാം സുയൂത്തി പറഞ്ഞത് ഞാൻ ഉദ്ധരിച്ചു. അദ്ദേഹം ഈ ഉന്തൂറിനെ കാണാത്ത ആളാണോ? അതേപോലെ തന്നെ ഷെയ്ഖ് ജിലാനി പറഞ്ഞത് ഞാൻ പറഞ്ഞു. അതേപോലെ അഹമ്മദ് അംബൽ പറഞ്ഞത് പറഞ്ഞു. റാസി പറഞ്ഞത് വായിച്ചു. എന്താ നിങ്ങൾ തൊടാതിരുന്നത്? നിങ്ങൾ വലിയ ആലിമലമായിട്ട് കൊടുന്നാണല്ലോ. എന്താ തൊടാതിരുന്നത്? തൊടാൻ ധൈര്യം കാണിച്ചോ? എന്നിട്ട് ഒന്നുറന്ന് റിക്കറ്റ് നടക്കുക.
കഴിയൂല കുട്ടി, അതുകൊണ്ടൊന്നും കഴിയൂല. അതിനെ ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഈ ചോദ്യമൊക്കെ പോയി മുട്ടുന്നത് എവിടുക്കാന്നറിയോ? മക്കത്തെ മുസ്ലിങ്ങൾക്ക് തന്നെ. തീർച്ചയായിട്ട് കാര്യമല്ല, ഞാൻ പറഞ്ഞല്ലോ സഹോദരൻ. നിങ്ങൾ പറഞ്ഞെന്താ? നിങ്ങളിവിടെ വിശ്വാസത്തിൽ പറഞ്ഞെന്താ? ഇലാഹാണ്, ഉലൂഹിയത്ത് കൽപ്പിച്ചാൽ മാത്രമേ ശിർക്ക് വരൂ. എവിടെ നിങ്ങൾക്ക് കിട്ടിയത്? ശറഹുൽ അഖായിദിലെ ഒരു താരീഫ് അല്ലേ? ലോകത്ത് ആ ഒരു താരീഫേ ഉള്ളൂ. സഹോദര, ഉലൂഹിയത്ത് കൽപ്പിച്ചാൽ, അള്ളാഹു അല്ലാത്തവർക്ക് ഉലൂഹിയത്ത് വകവെച്ച് കൊടുത്താൽ അത് ശിർക്കാണെന്നില്ല, ഞങ്ങൾക്ക് യാതൊരു തർക്കമല്ല. പക്ഷെ അത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ വാദം ഉണ്ടല്ലോ, അത് ഇവിടെ വില പോകില്ല. മനസ്സിലാവുണ്ടോ? മക്കത്തെ മുശ്രിക്കുകൾ, മരിച്ചുപോയ മഹാത്മാ ഇബ്രാഹിം നബി മോശക്കാരനാ? ഇസ്മായിൽ നബി മോശക്കാരനാ? ഈസാ നബിയും മറിയം ബീവി മോശക്കാരനാ? നിങ്ങളവിടെ പറയേണ്ട ഒരു സംഗതി ഉണ്ട്. നിങ്ങൾ പറയണ്ട ഉലൂഹിയത്ത് കൽപ്പിച്ചാലേ ശിർക്കാവുള്ളൂ അല്ലേ? എങ്കിൽ റസൂൽ പറഞ്ഞോ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ നിങ്ങൾ വിശ്വസിച്ചാൽ മതി. എന്നിട്ട് ഈ സകല ഈ ഓഫറുകളൊക്കെ ഞാൻ വകവെച്ച് തരാം. നിങ്ങൾ ഇബ്രാഹിമിനെ വിളിച്ചോളി, ഇസ്മായിൽ നബിനെ വിളിച്ചോളി, ലാത്തയെ വിളിച്ചോളിയും, ഉസ്സയെ വിളിച്ചോളി. പക്ഷെ എന്ത് മതി? ഇത് പോക്കയിലുണ്ടായാൽ മതി. ഏത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ ഷഹാദ, ആ സർട്ടിഫിക്കറ്റ് ഇവിടെ ഉണ്ടായാൽ മതി. ശിർക്ക് വരില്ല റസൂൽ പറഞ്ഞത്. വിളിക്കാനാ പറഞ്ഞത്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ വിശ്വസിച്ച് വരും, എന്നിട്ട് നിങ്ങൾ എല്ലാവരെയും വിളിച്ചോളിയും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ അവതരിക്കുമ്പോൾ ആ വിശുദ്ധ ഖുർആന്റെ പ്രബോധിതരായ ആ മക്കത്തെ മുസ്ലിങ്ങൾ പറഞ്ഞു നിങ്ങൾ കൊണ്ടുവരി. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ ഫൈദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് യസ്തക്ബിറൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ അവർ അഹങ്കരിക്കും. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കാത്തവർ, അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ച് കഴിഞ്ഞതൊക്കെ ചെയ്യാന്ന് റസൂൽ പറഞ്ഞോ? പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് അവര് മനസ്സിലാക്കി, നിങ്ങളത് മനസ്സിലാക്കിയില്ല. നിങ്ങൾ ഇപ്പോഴും പറഞ്ഞൊക്കെ എന്താ പറയുക? മക്കത്തെ മുസ്ലിം അള്ളാഹ് വിശ്വാസമല്ല. വമാ യുഅ്മിനു അക്സർ, നിങ്ങൾ മുസ്ലിയാക്കന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നതാ വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ എന്ന് പറയുന്ന ആയത്തിന്റെ നഹവിയായ വശം ഇവിടുന്ന് സംസാരിക്കാൻ ആണത്തും സംഘട്ടുണ്ടെങ്കിൽ മുന്നോട്ട് വരികയും കേട്ടോ. മക്കത്തെ മുസ്ലിം അള്ളാഹ് വിശ്വാസം ഉണ്ടല്ലേ എന്നുള്ളത് നഹ്വങ്ങൾക്ക് എന്താണ് പഠിപ്പിച്ചാരാ? വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി. അതേപോലെ തന്നെ സഹോദര, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് യസ്തക്ബിറൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നവരോട് പറയപ്പെട്ടാൽ അവർ അഹങ്കരിക്കും. എന്തുകൊണ്ടെന്നറിയോ? അവർ മുഖ്ഉള്ളവരായിരുന്നു. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഈ പ്രവർത്തനം ഒന്നും പറ്റൂലെന്ന് അവർക്കറിയാം. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്റാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്റാണ്, അത് അവർക്കറിയാം. നിങ്ങളത് അറിഞ്ഞുകൊണ്ട് മുണ്ടാണ്ടിറക്കാണ്. കാരണം എന്താ? ഇതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച് ഇതൊക്കെ അംഗീകരിച്ചറിഞ്ഞാൽ നിങ്ങൾ ഈ പരിപാടിയൊക്കെ നടക്കുള്ളൂ. അപ്പൊ മക്കത്തെ മുസ്ലിങ്ങൾക്ക് മനസ്സിലായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രയോഗം എന്താണെന്ന് മനസ്സിലായി. നിങ്ങൾ അള്ളാഹിനെ ആരാധിക്കുന്നല്ലോ അള്ളാഹ് പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഹസ്റാണ്. അതിനെപ്പറ്റി പറയണോ? അറിയില്ലെങ്കിൽ ചോദിച്ചോ, പറഞ്ഞുതരാം. മൂപ്പരേ ഉണ്ടാക്കി വെച്ചതിന് കുറച്ച് മാറ്റർ ഉണ്ടേനി. അയക്ക് വരണെന്നേനി മൂപ്പര് കരുതിയത്. മൂപ്പര് പോലും പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ നമ്മളെ മൂപ്പരോട് കൊണ്ടുപോയി. ഏയ് ഇതാണ് മഹാന്മാരെ ഹിമായത്ത്. മനസ്സിലായിക്കോ? ഇപ്പൊ മാറ്റർക്ക് ഇങ്ങനെ കൊണ്ടുവരണമെന്നുണ്ട്, കടക്കൂലാങ്ങട്ടെ. മക്കാ മുശ്രിക്കുകൾ കൊണ്ടുപോകരുത്. വാദ എഴുതിക്കോ, അടുത്ത വാദ എഴുതിക്കോ. മക്കാ മുശ്രിക്കുകൾ ആലി കൊണ്ട് ഞങ്ങൾ കെട്ടി. അടുത്ത വാദ എഴുതിക്കോ. ചങ്ങാതി ശിർക്കും തൗഹീദും തബായിനും കുല്ലി അതിന്റെ അടിയിലുള്ള നിസ്ബ. ഇങ്ങക്കത്തെ നിസ്ബ, ആർക്കത്തെ നിസ്ബ? ചേറ്റപ്പുട്ട് ഇട്ടു കളിച്ചാൽ മാതിരി ഉണ്ടാവും. ഇയാൾക്ക് കേൾക്കുമ്പോ ഒരു അച്ഛനല്ലാതെ ഞങ്ങൾക്ക് തബായിനു കുല്ലി, ഞങ്ങൾക്ക് ഉമോമ മുത്തിലേക്ക്, ഞങ്ങൾക്ക് ഉമോമ മിമ്മതി. ഈ തബായിനു കുല്ലി ആ വാദങ്ങൾക്ക് ഞങ്ങളുടെ മേലും ചാർത്തണോ? മക്കാമുശ്രീകളെ വാദം എഴുതിക്കോ. അടുത്ത വ്യവസ്ഥ. പിന്നെ മൂപ്പരെ ചോദ്യം എന്താണോ? ഏയ് ഫുള്ള് ചോദ്യ മൂപ്പരത്. മറുപടി പറയണ ആരാണെന്നൊക്കെ മൂപ്പര് മറന്നുപോയി. മൂപ്പര് ചോദിക്കുക സ്വഹാബത്ത് മനസ്സിലാക്കിയോ? ഇത് 100 ചോദിക്കുമ്പോ ഞങ്ങളെ 10,000 തരുന്നത്. സ്വഹാബത്തല്ല, പ്രവാചകൻ മനസ്സിലാക്കി. അടുത്ത ചോദ്യം. മറുപടി കിട്ടിയിട്ടില്ല, ഒന്നൊന്നെ തൊട്ടിട്ടില്ല. നിങ്ങൾ മൊബൈൽ തോണ്ടി കഴിച്ചിലായി. പോരാ, രണ്ടാമതൊന്നപ്പോ മൊബൈലും ഇല്ല, കിതാബുല്ല, ഒന്നുമില്ല. എന്റെ രണ്ടാമത്തെ ചോദ്യം, മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം കടന്നു വരുന്നു. കേരളത്തിന്റെ ആൾക്കാർ ഇങ്ങനെ നോക്കാണ്. ഈസാ നബി പല പ്രവർത്തനങ്ങളും ചെയ്യുന്നത് വിശദീകരിച്ചു. അവസാനമതാ പോകുന്നു മുത്തുനബിയുടെ ഹദറത്തിലേക്ക്. മുത്തുനബി പറയാണ് ഉമ്മലയിൻ ഖാമ അലാ ഖബരി. പിന്നീട് ഈസാ നബി എന്റെ ഖബറിന്റെ സമീപത്ത് വരികയും ഫഖാല യാ മുഹമ്മദ്, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയെ എന്ന് വിളിക്കുകയും ചെയ്താൽ ലഉജീബന്നഹു ഇന്നക ലാ തുസ്മിഉൽ മൗത. ഓതല്ലേ? മറന്നോ? ഏയ് ലഉജീബന്നഹു